പാകിസ്ഥാൻ താലിബാൻ അതിർത്തിയിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. ദുരന്ത് ലൈനിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. താലിബാന്റെ സേന ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ദുരന്ത് ലൈനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ യുദ്ധസമാനമായ സാഹചര്യമാണ്. 36 മണിക്കൂർ, അതായത് കഴിഞ്ഞ 36 മണിക്കൂറായി ഇവിടെ വെടിവയ്പ് തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ പട്ടാളക്കാരും പാകിസ്ഥാൻ സിവിലിയൻസും ധാരാളം പേർ മരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനൌദ്യോഗികമായിട്ടുള്ള വിവരം പ്രകാരം 30-ലേറെ പാക് പട്ടാളക്കാർ അവിടെ മരിച്ചു വീണു അറിയാൻ സാധിക്കുന്നത്. സിവിലിയൻസിന് പരിക്കേറ്റ സിവിലിയൻസ് വേറെ ഒരുപാട് പേരുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ഔദ്യോഗിക വിവരപ്രകാരം അഫ്ഗാനിസ്ഥാനെ അവർ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. 6 അഫ്ഗാനിസ്ഥാൻ പടയാളികളെ അവർ തറപറ്റിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് എത്രത്തോളം ഒഫീഷ്യലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പാകിസ്ഥാന്റെ പല മാധ്യമങ്ങളും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ സൈന്യം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും 36 മണിക്കൂറായി കനത്ത വെടിവെപ്പാണ് അവിടെ നടക്കുന്നത്. പാകിസ്ഥാൻ സൈന്യവും താലിബാൻ സേനയും തമ്മിലുള്ള കനത്ത ഷെല്ലാക്രമണത്തെ തുടർന്ന് തോർഖാം അതിർത്തി അടച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നു. തോർഖാം അതിർത്തിക്ക് സമീപം താലിബാൻ ഒരു ചെക്ക് പോയിന്റ് നിർമ്മിക്കുന്നു എന്ന മറ്റൊരു വിവരം ലഭിക്കുന്നു. പാകിസ്ഥാൻ ഇതിനെ എതിർക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 36 മണിക്കൂറായി ഇരു സൈന്യങ്ങളും തമ്മിൽ കനത്ത സംഘർഷം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വെടിവെപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡുറന്റ് രേഖയിൽ യുദ്ധസമാനമായ സാഹചര്യം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. തോർഖാം അതിർത്തി അടച്ചിട്ടത് വ്യാപാരത്തെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാന്റെ എന്നുള്ള മറ്റൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതിർത്തിയുടെ ഇരുവശത്തും ട്രക്കുകളുടെ നീണ്ട നിര രൂപപ്പെട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലും ട്രക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സാധാരണ പൗരന്മാരുടെ സഞ്ചാരവും ഇപ്പോൾ പാകിസ്ഥാനിൽ നിർത്തിവെച്ചിട്ടുണ്ട്. അവർക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യാപാരത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് തോർഖാം എന്ന് പറയുന്നത്. ആ തോർഖാമാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ കനത്ത വ്യാപാര നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും ഈ പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി ഒരു മീറ്റിംഗും നടന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. താലിബാൻ ഒന്നിനും വഴങ്ങുന്നില്ല. പോരാട്ടത്തിന്റെ വെളിച്ചത്തിൽ പാകിസ്ഥാൻ സൈന്യവും താലിബാനും അതീവ ജാഗ്രതയിലാണ്. തോർഖാം അതിർത്തി പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയെ അഫ്ഗാനിസ്ഥാനിലെ നൻഗർ ഖാൻ പ്രവിശ്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു അതിർത്തിയാണ്. ഈ അതിർത്തിയിലാണ് ഇപ്പോൾ സംഘർഷം തുടരുന്നത്. ഇരു രാജ്യങ്ങളുടെയും സൈന്യം അതീവ ജാഗ്രതയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുർക്കിയിലെ അനഡോലു വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് താലിബാൻ പുതിയ സൈനിക പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 22 ശനിയാഴ്ച ഒരു തർക്കം തന്നെ അവിടെ ഉടലെടുത്തിരുന്നു. എല്ലാതരം വാഹനങ്ങൾക്കും അവിടെ പ്രവേശനം നിഷേധിച്ചിരുന്നു. അതിനുശേഷം ഇരുവശത്തും സുരക്ഷാ സേന അതീവ ജാഗ്രതയിലാണ്. 2020 ഫെബ്രുവരി 24 തിങ്കളാഴ്ച രാവിലെ വരെ അതിർത്തി തുറക്കുന്നതിനെ കുറിച്ച് യാതൊരുവിധ ചർച്ചകളും അവിടെ നടന്നിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. തോർഖാം അതിർത്തി പതിറ്റാണ്ടുകളായി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു തർക്ക വിഷയമായി നിൽക്കുകയാണ്. ആ തർക്ക പ്രദേശത്താണ് ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും അടച്ചുപൂട്ടലിലേക്ക് ഈ അതിർത്തിയെ നയിക്കുന്നു. അതിനുശേഷം പാകിസ്ഥാൻ വ്യാപാര ബന്ധം വലിയ രീതിയിൽ തകർച്ചയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്തായാലും 2023 നവംബറിൽ പാകിസ്ഥാൻ അനധികൃത അഫ്ഗാനിസ്ഥാനികൾക്കെതിരെ വൻതോതിലുള്ള ഓപ്പറേഷൻ 23 ആരംഭിച്ചിരുന്നു. പിന്നീട് ദശലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികളെ തിരിച്ചയച്ചു. അപ്പോഴാണ് അവിടെ TTP ഭീകരർ തങ്ങളുടെ സൈന്യത്തെ ആക്രമിക്കുന്നുണ്ടെന്നും താലിബാൻ സർക്കാർ ഈ ആക്രമണത്തിനെതിരെ കണ്ണടയ്ക്കുന്നുണ്ട് എന്നും TTP താലിബാന് വലിയ രീതിയിലുള്ള ഒരു സന്ദേശം കൊടുത്തത്. ഈ സന്ദേശത്തിന്റെ പുറത്താണ് താലിബാനും പാകിസ്ഥാനും തെറ്റിപ്പിരിയുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതായത് ഇതും ഒരു കാരണമായിട്ടുണ്ട് തെറ്റിപ്പിരിയാനായി. ഡിസംബറിൽ പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനിനുള്ളിൽ രണ്ടാമതും കഴിഞ്ഞ ഡിസംബറിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ആ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടം സംഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ വലിയ രീതിയിൽ തോർഖാം അതിർത്തിയിലും ദുരന്ത് ലൈനിലും യുദ്ധസമാനമായ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.